ഹായ്, എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോഴേ നമ്മൾ പല ക്ലാസ്സുകളൊക്കെ തന്നിട്ട് ഇവിടുന്ന് വിട്ടെങ്കിലും ഇതൊന്നും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വൈഡായിട്ട് നമ്മൾ കുറേ സബ്ജക്റ്റുകളൊക്കെ എടുത്തെങ്കിലും കൃത്യമായിട്ട് അതിൻ്റെ ദിശയിലൂടെ പോയാൽ മാത്രമേ നമ്മൾ ആ വണ്ടിയിൽ പോയി ആ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുള്ളൂ. വണ്ടിയിൽ നമ്മൾ കയറിയെങ്കിലും നമ്മൾ നെയിം ബോർഡ് നോക്കാതെ കയറിയ പോലെയാണ് കുറേ ആളുകളൊക്കെ പോയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവര് പാനിയും ബുക്കും എടുത്തു വെച്ചല്ലാതെ ഇത് കാണാൻ ശ്രമിക്കരുത്. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. കാരണം ഇത് നിങ്ങൾ പഠിപ്പിക്കുന്ന ടോപ്പിക്കാണ്. നമ്മൾ നിങ്ങളെ ഓൺലൈനിലൂടെ ഇനി ഇതേപോലെ ഒരു എപ്പിസോഡുകളായിട്ട് തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ പലർക്കും ഇവിടുന്ന് ബിരിയാണിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോയെങ്കിലും നിങ്ങൾ മറന്നുപോയ ചില സംഗതികളുണ്ട്. നമുക്കിതിനൊരു റൂട്ട് മാപ്പ് ഉണ്ട്. ആ റൂട്ട് മാപ്പിൽ കൂടെ പോയെങ്കിലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ആ റൂട്ട് മാപ്പ് പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല, എവിടുന്ന് തുടങ്ങി അവിടെ അവസാനിപ്പിക്കണം എന്ന്. അപ്പൊ ഇതില് നമ്മൾ പഠിപ്പിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് മാസം 1 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ മാസ വരുമാനം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നവര് ഇവിടുന്ന് അങ്ങോട്ടുള്ള എപ്പിസോഡ്സുകളൊക്കെ കൃത്യമായിട്ട് കാണുക. ഇത് വെറുതെ വളഞ്ഞു കിടന്ന് ഇരുന്നിട്ടൊന്നും കാണാൻ നിൽക്കരുത്. നല്ല ഡീസൻ്റ് ആയിട്ട് ബുക്കും പാനും വെച്ച് മാത്രം ഈ ക്ലാസ് കേൾക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇത് വെറുതെ നിങ്ങൾ കാഷ്വലി കണ്ടിട്ടും ഒരു കാര്യമില്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. നിങ്ങൾ രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം ഇത് കണ്ടിട്ട് കാര്യമുള്ളൂ. ടൈം പാസ് ചെയ്തിട്ടൊരു കാര്യമില്ല. ഇതിലെ സോഷ്യൽ ക്യാപിറ്റൽ എഴുതിക്കോളൂ കേട്ടോ. സോഷ്യൽ ക്യാപിറ്റലിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞെങ്കിലും പലർക്കും അതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇപ്പോഴും കത്തിയിട്ടില്ല. നമ്മളൊരു കസ്റ്റമർ എടുത്ത് ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങൾക്ക് ഒരു ഡെയിലി ഒരു 1000 മുതൽ 2000 രൂപ വരുമാനം കിട്ടണം. അത് ശരിയാക്കിയിട്ടാണ് നിങ്ങൾ അടുത്ത മാർക്കറ്റിങ്ങിന് ഇറങ്ങണ്ടോ. എങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് ജോലിക്ക് പോവാതെ ഹാർഡായിട്ട് വർക്ക് ചെയ്യാതെ സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാക്കാന്നാണ് നമ്മളെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ്. അതിൽ നിങ്ങൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യാതെ കിട്ടണമെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഈ മസാല നിങ്ങൾ എന്ത് ചെയ്യുക, 5 കിലോ ബിരിയാണി വെക്കുന്ന ഒരു കട, 5 kg ഇല്ലെങ്കിൽ മറ്റുള്ള മസാലകളും സാധനങ്ങളൊക്കെ പോകുന്ന ഒരു ഷോപ്പ്, അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കുന്ന മസാല ഒനിയൻ മിക്സ് ആണെങ്കിൽ 500 രൂപ 5 മുതൽ 7 kg വരെ വെക്കാം. ഈ സാധനം നിങ്ങൾക്ക് അവിടെ 700 അല്ലെങ്കിൽ 750 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുകൊടുക്കാം. അവരെ സംബന്ധിച്ച് ഇത് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്, ഒരു 5 കിലോ ബിരിയാണി ഒരു സാധാരണ വീട്ടമ്മയോട് ചോദിച്ചാൽ പോലെ അവർ പറയും ഒരു 4-5 മണിക്കൂറിന്റെ പ്രോസസ്സാണ്. അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈസി ആക്കി കൊടുക്കുകയാണ്. മറ്റുള്ള നാടൻ ഫുഡും ഇതൊക്കെ വെക്കുന്നവരെ സംബന്ധിച്ച് ടഫ് ജോബാണ്. ബിരിയാണി നന്നായി വരാൻ അതിന്റെ ടൈം പിടിക്കണം. നമ്മൾ ഉണ്ടാക്കിയ ടെക്നോളജി ഉപയോഗിച്ച് ഇന്നിപ്പോ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയില് ആ ഒരു ക്വാളിറ്റി ബിരിയാണി ഔട്ട്പുട്ട് കൊടുക്കാൻ വേറെ ആരുടെ കയ്യിലും ടെക്നോളജി ഇല്ല. ധൈര്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കടയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ഒരു മസാല നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് മിനിമം മറ്റുള്ള ചെലവ് കഴിഞ്ഞാൽ 200 രൂപ കിട്ടുമെങ്കിൽ 5 ഷോപ്പ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ എടുക്കാൻ പറ്റും. ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയാണ് നമ്മളുടെ സർക്കിള്. ഈ ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 100 മുതൽ 500 ഷോപ്പ് ഉണ്ടായിരിക്കും. മനസ്സിലാക്കണം, എഴുതിയെടുത്തോളൂ. ഇത്രയും ഷോപ്പിൽ നിങ്ങൾ 10 to 20 ഷോപ്പ് നിങ്ങൾക്ക് 1 മന്ത് നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. 10 ഷോപ്പ് കിട്ടിയാൽ പോലും നിങ്ങൾക്ക് 200 രൂപ, ഇനിയിപ്പോൾ ഒരു 3 കിലോ ബിരിയാണി, അൽറ ചിക്കൻ കറി, ബീഫ് കറി, കടലക്കറി ഒക്കെ പോകുന്ന കടയിൽ കൊടുക്കണമെങ്കിൽ പോലും ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഈ സാധനം മേടിച്ചു കൊണ്ടുകൊടുത്തു. നിങ്ങളുടെ വീടിന്റെ ചുറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ സർക്കിളിലാണ് ഈ പരിപാടി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 200 രൂപ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 2000 രൂപ നിങ്ങൾക്ക് ഡെയിലി കിട്ടും. ഇത് ജോലിക്ക് പോയില്ലെങ്കിൽ കിട്ടുന്ന എമൗണ്ടാ. ഇത് നിങ്ങൾ ചെയ്ത് ബേസ് കെട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ വേസ്റ്റ് ആണ്, ക്ലച്ച് പിടിക്കില്ല. ഇത് ഒരു കടക്കാരൻ വിശ്വസിച്ച് നിങ്ങളേക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രാരംഭ പണികളുണ്ട്. നിങ്ങൾ ഒരു കടക്കാരനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചെന്നു, സാറേ
എന്താ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? നിങ്ങൾ എന്താ പറയാ ആദ്യം ചെന്നിട്ട്? നിങ്ങളുടെ ഗുണമോ നിങ്ങളുടെ പ്രൊഡക്റ്റോ നിങ്ങളുടെ ടേസ്റ്റോ ഒന്നും അവർക്ക് അറിയില്ല, നിങ്ങൾ അറിയില്ല. ഹൂ അറിയൂ, നീ ആരാണെന്ന് ചോദിക്കുക. അവനെ സംബന്ധിച്ച് ഇതൊന്നുമില്ല. അവനെ സംബന്ധിച്ച് നല്ല ലാഭം വേണം. അവരെ സംബന്ധിച്ച് നീ ഒരു സാധനം കൊണ്ടുവന്നാൽ മേടിക്കാതിരിക്കണമെന്നല്ല. ഒരു കാരണവശാലും നമ്മൾ മസാല പോയി സെല് ചെയ്യാൻ ശ്രമിക്കരുത്. അതിന് നമ്മൾ അവിടെ അവരോട് പറയേണ്ട 5-6 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ചേട്ടാ ഞാൻ ഈ ആളുകളൊക്കെ ലേബർ സപ്ലൈ തന്നെ പറഞ്ഞോ, ഞാനിങ്ങനെ നല്ല വർക്കേഴ്സിനൊക്കെ കൊടുക്കുന്ന ഒരാളാണ്. ചേട്ടന് നല്ല മൾട്ടി ടാലന്റ് എഴുതിക്കോളൂ കേട്ടോ. ടാലന്റ് വർക്കേഴ്സ് വേണോ ചോദിക്കുക. ചേട്ടാ ക്വാളിറ്റി ഫുഡ് ഉണ്ടാക്കുന്ന ഫുഡ് മേക്കറെ വേണോ? ചേട്ടാ സർവീസ്, മറ്റുള്ള അനുബന്ധ വർക്കുകൾ, സർവീസ് ആൻഡ് അതേഴ്സ് ജോബ് ചെയ്യുന്ന ആളുകളെ വേണോ? ചേട്ടാ പ്രോഫിറ്റ് കുറവാണോ? ചേട്ടന് പ്രോഫിറ്റ് കുറവുണ്ടോ? പ്രോഫിറ്റ് പ്രോബ്ലംസ് ഉണ്ടോ? ലാഭമില്ലേ? ഞാൻ ശരിയാക്കി തരാം. ചേട്ടാ സിസ്റ്റം ഇല്ലേ? സിസ്റ്റം സോഫ്റ്റ്വെയർ അത് ഇത് ഇങ്ങനെ ഞാൻ പഠിപ്പിച്ചു തരാം ചേട്ടന്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ഇത്തരം കാര്യങ്ങൾ, ഇതൊക്കെ ഒരു ചൂണ്ടകളാണ്. ഇത് നിങ്ങൾ അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ഏതെങ്കിലും ഒന്നിൽ കുരുക്കും. നിങ്ങളോട് പറയിരിക്കുക എന്താ സംഭവം, ഏതാണെന്ന് ചോദിക്കും. ഇത് പറഞ്ഞിട്ടേ നിങ്ങൾ ഇതിലേക്കൊക്കെ കടക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ അയാൾ മണ്ടനൊന്നല്ല. അയാള് ഇതൊക്കെ പറഞ്ഞു, അയാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് സോഷ്യൽ ക്യാപിറ്റൽ എവിടെയും ചോദിക്കും. നിങ്ങൾ സോഷ്യൽ ക്യാപിറ്റൽ എന്താ? ഇപ്പോഴും പല ആളുകളുണ്ട് ഇതിനകത്ത്. നമ്മളെല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു വീഡിയോ എടുത്ത് അയച്ചാൽ അത് എഡിറ്റ് ചെയ്ത് തരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കാത്ത മണ്ടന്മാരെ എനിക്ക് നന്നാക്കാൻ കഴിയില്ല. അവർ പറയല്ല പണിക്ക് പോകാനല്ലത്. സോഷ്യൽ ക്യാപിറ്റൽ, നമ്മളൊരാളെടുത്ത് ചെന്നു, ചേട്ടൻ്റെ ആ മൊബൈൽ ഒന്ന് കാട്ടിയേ. ആ മൊബൈലുണ്ട് അവിടെ, ആ ടേബിളിൽ അയാളെ മുമ്പിൽ വെച്ചിട്ട് യൂട്യൂബ് ഓൺ ആക്കിയിട്ട് ഞെക്കി. ഇപ്പൊ എൻ്റെ ബുഹാരി ദ നടിച്ച ബുഹാരി ദി ഫുഡ് ആൽക്കമിസ്റ്റ്, ദി നടിച്ചാൽ തന്നെ എന്നെ കാണിക്കും. അത് ഞെക്കി സബ്സ്ക്രൈബ് അടിച്ച ബട്ടണൊക്കെ അടിച്ച് ക്ലിയർ ആക്കി. അടുത്ത് നിങ്ങൾ ഷെഫ്, ആരാ നിങ്ങളെ പേര്? XXX, നിങ്ങളെ ഷെഫ് ഇന്നാള്. നിങ്ങൾ അതേപോലെ ആ യൂട്യൂബിൽ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വരും. അതിലടിക്ക് ഒരു ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വീഡിയോ അയാൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ യൂട്യൂബിനകത്ത് സ്ക്രീനിനകത്ത് കണ്ടു കഴിഞ്ഞ വിശ്വാസമാണ്. അത് മനസ്സിലാക്കാതെ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. അവിടെ നിങ്ങളെ കുറിച്ചിട്ട് കാണിക്കാനുള്ള ഒരു വീഡിയോ ഉണ്ടായി, അയാൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടു, അയാൾ കാര്യങ്ങൾ സംസാരിച്ചു, പരിചയപ്പെട്ടു, നിങ്ങൾക്ക് ബിസിനസ് ഒന്നും തരണ്ട. പക്ഷെ ഭാവിയിൽ എന്ത് ചെയ്യും? അയാൾ ബിസിനസ്സായി മാറും. നമ്മൾ മറ്റു പഴയ രീതി എന്നൊക്കെ പറഞ്ഞാൽ ഡോർമ തട്ടി ചേട്ടാ സാധനം വേണോ, ചേട്ടാ സാധനം വേണം എന്ന് പറയുന്ന ബിസിനസ് മെത്തേഡിനാണ് ഹണ്ടിങ് എന്ന് പറയുക. ഹണ്ടിങ് മെത്തേഡാണ് അതൊക്കെ. നമ്മൾ ആൾക്കാരെ കാട്ടി കയറി വെടിവെച്ച് അല്ലെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ എടുത്ത് വേട്ടയാടി പിടിക്കുന്ന രീതിയാണ്. നമ്മൾ ചെയ്യേണ്ടത് ഫാമിംഗ് ആണ്. ഫാമിംഗ് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലാൻഡ് വേണം. നമുക്ക് യൂട്യൂബിൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ലാൻഡാണ് നമ്മളെ വീഡിയോസ്. അതില്ലാതെ ഒരു രക്ഷയില്ല. നിങ്ങൾ അനങ്ങുന്ന, ഇളക്കി പിടിച്ചു കഴുകി പ്രൊഫഷണൽ ആയിട്ട് യൂണിഫോം ഇട്ടിട്ട് നിങ്ങൾ വീഡിയോസ് എടുക്ക്. ആ വീഡിയോസ് എടുത്തിട്ട് ഞാൻ പറഞ്ഞ ആൾക്ക് അയച്ചു കൊടുക്കുക. അവരത് നല്ല വീഡിയോ ആക്കിയിട്ട് നിങ്ങളെ ഫോൺ നമ്പറൊക്കെ വെച്ച് റെഡിയാക്കി തരും. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണ്ടല്ലോ ഇപ്പോഴത്തെ അവസ്ഥയില്. ഇത് വെച്ച് നിങ്ങൾ ആ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ഭാഗങ്ങളൊക്കെ ഒന്ന് പൂർത്തിയാക്കിയിട്ട് നിങ്ങളൊരു വീഡിയോ ഇട്ട് കൊടുത്തു. അതിന്റെ പവർ വേറെ ഒന്നിനുമില്ല. എന്ന് മാത്രല്ല, ആ മൊബൈൽ അയാൾ നിങ്ങളെ കയ്യിൽ തരും കുറച്ചു നേരത്തിന്. കാരണം എന്താ? അയാളെ സ്വന്തം മൊബൈലിൽ വീഡിയോയിൽ കണ്ടു, ഇവൻ കള്ളനല്ല, ഇവനൊരു പ്രൊഫഷണലാണ്. പ്രൊഫഷണൽസിനെ പൈസ കിട്ടുള്ളൂ. സോഷ്യൽ ക്യാപിറ്റൽ എന്താ? നിങ്ങളെ കയ്യില് ലിക്വിഡ് സ്വർണ്ണം ഉണ്ട്, അത് കൊണ്ട വിറ്റ കാശ് കിട്ടില്ലേ?
ഒരു ലാൻഡ് ഉണ്ട്, കൊണ്ടുവച്ച് ആധാരം കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടില്ലേ, ബാങ്കിൽ നിന്ന് പണം കിട്ടില്ലേ, വിൽക്കാൻ പറ്റില്ലേ? ഇതേപോലെയാണ് ഈ സോഷ്യൽ ക്യാപിറ്റൽ. ഇതിന് ഞാൻ ഏത് ഭാഷയിലാണ് പറഞ്ഞുതരാം? സോഷ്യൽ ക്യാപിറ്റൽ ഇല്ലാതെ നിങ്ങൾക്ക് സ്ഥായിയായി ബിസിനസ്സും അതുപോലെ തന്നെ 3 വർഷത്തിന്റെ ഉള്ളിൽ 50 ലക്ഷം മുതൽ 1 കോടി രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയില്ല. നിങ്ങളെ മുഖം കാണിക്കാൻ എന്താ പ്രയാസം? എത്ര ആൾക്കാർ കണ്ട മുഖം അത്? എത്ര ആൾക്കാർ കണ്ട മുഖമാണ് അത്? നിങ്ങൾ തുറന്നു കാണിക്കണം. ഇനി കാണിക്കാൻ പറ്റാത്ത നിങ്ങളൊരു സ്ത്രീയോ പുരുഷനോ, ഇനി കാണിക്കാൻ ബുദ്ധിമുട്ട്, സൈഡ് കാണിച്ചോ, നിങ്ങളുടെ ലിങ്കിൽ നിന്നായിരിക്കണം. നിങ്ങളുടെ ലിങ്കിൽ നിന്നുള്ള വീഡിയോസ് അയാൾ കാണിക്കണം. പിന്നെ അയാൾ ഫാമിങ്, അയാൾ ബന്ധപ്പെട്ടില്ല. നിങ്ങൾ ഈ കടക്കാരെ നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ 100 മുതൽ 500 ഷോപ്പ് ഉണ്ടായിരിക്കും. ഈ 500 ഷോപ്പ് നിങ്ങൾ ഒരു റൗണ്ട് അടിച്ചു വരുമ്പോഴത്തേനും ആദ്യത്തെ ആളെ കണ്ടു സംസാരിച്ചു, ആ ചേട്ടാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂട്ടാ, ഞാൻ ചേട്ടന് കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് നിങ്ങൾ ഈ 100 മുതൽ 200 ഷോപ്പ് കടന്നിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോ 200 ഷോപ്പ് കടക്കുമ്പോൾ 200 സബ്സ്ക്രൈബ് ആയി ഉണ്ടാവും. നിങ്ങളിവിടെ ഒന്നാമത്തെ ഷോപ്പിൽ വരുമ്പോ അയാൾക്ക് നിങ്ങളെ ഒരു ചെറിയ പരിചയമായിട്ടുണ്ടാവും. വീഡിയോസ് എടുത്തിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് ഇടുക, പ്രൈവറ്റ് ആക്കി വെക്കുക, ആവശ്യത്തിന് റിലീസ് ചെയ്താൽ മതി. അങ്ങനെ നിരവധി ഓപ്ഷൻസ് ആണ്. ഈ സോഷ്യൽ അസറ്റ് ഇല്ലാതെ ഒരു നിലയ്ക്കും പോകാൻ പറ്റില്ല മുമ്പോട്ട്. നിങ്ങളുടെ വിശ്വാസമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആ കടക്കാരനായിട്ട് പോയി കഴിഞ്ഞാൽ അയാളെ മൊബൈൽ മേടിച്ച് ഇതാക്കി ഒപ്പം അയാളൊപ്പം നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് പോയി ഒപ്പം നിന്നിട്ട് ചേട്ടൻ ഒരു ഫോട്ടോ എടുക്കട്ടെ ചോദിക്കുക. അതൊക്കെ ആവശ്യമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ ഇതിലാക്കുക. നിങ്ങൾ ചിലപ്പോൾ ആ പഞ്ചായത്തിൽ ആരറിയുണ്ടാവുക. അങ്ങനെ നിങ്ങൾ അവരൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിലുള്ള ഇതില് നമ്മള് ഇവർക്കൊക്കെ ഫീഡ് ചെയ്യുമ്പോൾ, നമ്മളെ വീഡിയോസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ, നമ്മളെ മസാല അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് വിശ്വാസമാവണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിൽ ഉണ്ടാവണം. ഈ സോഷ്യൽ ക്യാപിറ്റൽ ഇല്ലാത്തവരെ കുറിച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബ് ഉണ്ടോ, നിങ്ങളൊരു കടയിൽ പോയിട്ട് പറയണം ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ തരാം, ഫ്രീ ഫുഡും 1000 രൂപയും കിട്ടും. 1000 സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ മിനിമം ഒരു 100-500 രൂപയെങ്കിലും കിട്ടും. വ്യൂസ് കയറും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടെന്ന്. അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് നന്നാവാൻ പറ്റുക? കാര്യങ്ങൾ എഴുതിയെടുക്കുക. നമ്മൾ ഫാമിംഗ് ആണ് ചെയ്യണം. ഫാമിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഐഡന്റിറ്റി പുറത്ത് കാണിക്കാൻ തയ്യാറാവണം. ഇന്നാണ് ഞാൻ ചെയ്യണത്. പിന്നെ അവർക്ക് ഒരുത്തന്റെ കിച്ചണിലുള്ള സാധനങ്ങളാണ്, അത് വെച്ചിട്ട് നിങ്ങളെ നിങ്ങൾ കൊടുക്കുമോ? നിങ്ങളെ കടത്തെ സാധനങ്ങൾ പരീക്ഷിക്കാൻ കൊടുക്കുമോ? ആരെ കൊടുക്കുക? അയാൾക്കൊരു വിശ്വാസം വരണമെങ്കിൽ നിങ്ങൾ 4 ഫൂട്ടേജ്, നിങ്ങൾ നല്ല ബിരിയാണി ഉണ്ടാക്കണതും ഒക്കെയുള്ള ഫൂട്ടേജുകൾ വരണം. അല്ലാതെ അയാൾ നിങ്ങൾക്ക് കിച്ചൺ തുറന്നു തരുന്നൊന്നും പറയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ വേറൊരു പോയിന്റ്, 6 പോയിന്റിൽ ഒരു പോയിന്റ് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്താണ്? കിച്ചൺ ട്രെയിനിങ്. ചേട്ടാ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ട്രെയിനിങ് തരൂ കേട്ടാ. ഇനി ചേട്ടന് മാർക്കറ്റിംഗ് ചെയ്ത് കച്ചവടം കൂട്ടണോ ചേട്ടന്? ഞാൻ ഈ ഏരിയയിൽ നമ്പർ 1 കടയാക്കി തരാം. ചേട്ടന് ഞാനത് സപ്പോർട്ട് ചെയ്യാം. ഇതിനെല്ലാം ബാക്ക്ഗ്രൗണ്ട് നമുക്കുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് കാത്തു നിൽക്കുന്നത്? സോഷ്യൽ ക്യാപിറ്റൽ ഇല്ലാതെ പറ്റില്ല. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ ലൈൻ കറക്റ്റ് ചെയ്യലാണ്. എന്ത്? ഈ വീഡിയോസ് കറക്റ്റ് ചെയ്യുക, യൂണിഫോം ഇട്ടിട്ടുള്ള പരമാവധി വീഡിയോസ് എടുക്കുക. പല ഭക്ഷണം വെക്കുന്നത് പറ്റില്ല, നിങ്ങൾ ഇങ്ങോട്ട് പോരെ, നമ്മളെ സ്ഥാപനത്തിൽ വന്നിട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യേ. എന്നിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യേ. എവിടെയോ ഉള്ള ഒരാൾ നിങ്ങളെ കണ്ടിട്ട് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ആ കിച്ചൺ ഒന്ന് വിട്ടു തരണമെങ്കിൽ അവന്റെ ഭാഗത്തു നിന്നും ചിന്തിച്ചാൽ മതി. ഗോട്ട്. അപ്പൊ ഈ പറഞ്ഞ ക്ലാസ്, ഈ ഒരു ടോപ്പിക്ക് കറക്റ്റ് ചെയ്തവര് എന്നെ ബന്ധപ്പെട്ടോ, അടുത്ത വീഡിയോ ഞാൻ ഇട്ടുതരാം. റെഡി അല്ലേ? അപ്പൊ എഴുതി വെച്ച് കറക്റ്റ് ആക്കിയിട്ട് പോയിന്റ്സ് ഒക്കെ നോക്കുക, നല്ലോണം ഒന്ന് റിവൈൻഡ് ചെയ്യുക. ഇതൊക്കെ ശരിയാണോ അല്ലേ, ഞാൻ എവിടെ എത്തിയിട്ടുണ്ട്. മിനിമം 10 മുതൽ 20 വീഡിയോ നിങ്ങൾ ഉടനടി, അത് ബേസിക് ആണ്, അതുണ്ടോ? പിന്നെ അതിന്റെ മുകളിൽ പൈസ ഇങ്ങനെ പടപെടാന്ന് വരിക. ഞാൻ പഠിപ്പിച്ചുതരാം, ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചുതരാം. ഓക്കെ? വേറൊരാളുണ്ടാവില്ല. ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളെ വിശ്വസിക്കാൻ നിങ്ങളെ മാതാപിതാക്കള്, രക്ഷിതാക്കള്, നിങ്ങളുടെ ഭാര്യ, മറ്റുള്ള ആളുകൾ, നല്ല സോഷ്യൽ അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള എല്ലാ മാർഗം ഈസിയസ്റ്റ് ആണ്. ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ രക്ഷയില്ല. ഇന്ന് നിങ്ങൾ എന്നെ കാണണം, ഇതേ മാർഗത്തിലുള്ള നിങ്ങളെ മറ്റുള്ളവർ കാണണം. ഓക്കെ? എന്നാ ശരി, പഠിച്ച് ഉഷാറായിക്കോ.
പോകാൻ വരട്ടെ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. ഓക്കെ, ബൈ ബൈ.